എന്റെ നെജില് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ 2 ആൺകുട്ടിയും ഒരു മകളും ഉണ്ട് നിങ്ങൾക്ക്. ഈ മകളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരാളുടെ കൈക്ക് പിടിച്ച് കൊടുക്കും. ആ കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ വിവാഹം കഴിച്ചയക്കും. പിന്നീട് നിങ്ങൾക്കുള്ളത് 2 ആൺകുട്ടികളാണ്. നിങ്ങൾക്കൊരു ആപത്ത് പറ്റുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ആ ആൺകുട്ടികൾ തന്നെയല്ലേ? ഒരു കുട്ടി നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ കുട്ടിക്ക് പഴിചാരിക്കൊണ്ട് മാറി നിൽക്കാൻ സാധിക്കുമോ? നിങ്ങളത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് പലിശയും മുതലും എല്ലാം കൂടി ചേർത്ത് നാളെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ബോധം ഉണ്ടാവണം. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി താനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മ പ്രസവിച്ചപ്പോ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പടിയായിട്ട് അവർ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതിന്റെ ഫലമായിട്ടാണ് ആ ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് തീർന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ 3 കുട്ടികളെ വളർത്തുന്ന ഒരു ഉമ്മച്ചിയാണ്. അപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനെന്നുള്ള ബോധം നിങ്ങൾക്കില്ലേ? അതായത് ഇവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അതായത് ഈ നെജില പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വീട്ടുകാർ ഈ ഒരു ഷാനിനെ കറവ് പശുവായിട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടുകാര് ഫാമിലിയിലുള്ള ആളുകളുടെ സ്വഭാവം കൊണ്ടാണ് ഇതുപോലെ തന്നെ ഷാൻ മദ്യപിക്കാൻ തുടങ്ങിയത്, അദ്ദേഹം മദ്യപാനി ആയത് ഉമ്മയൊക്കെ കാരണമാണെന്നുള്ള രീതിയിലാണ് നെജില പറയുന്നത്. നെജിലയ്ക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് ചോദിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും നിങ്ങൾ സങ്കടപ്പെടുന്ന വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ വരാനുള്ളതാണ്. അതായത് നിങ്ങളുടെ മകൻ എന്തെങ്കിലും 2 ആൺമക്കളുണ്ട്, ആൺകുട്ടികൾ എന്തെങ്കിലും വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ 2 പെൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങൾ ആ കുട്ടികളെ ഇപ്പോഴേ ഈ ഒരു മനസ്സുള്ള നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനായിട്ട്?